എവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇസ്രായേൽ ഇറാൻ രണ്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നാം യുദ്ധത്തെ പറ്റിയാണ് പറയുന്നല്ലേ. ഈ യുദ്ധത്തെ പറ്റിയൊക്കെ അറിയുന്നതിന് മുമ്പായിട്ട് ആ രണ്ടു പേരെയും അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ആ പരസ്പര വൈരാഗ്യങ്ങളായ രണ്ട് രാജ്യങ്ങൾ അറിയണം. ഓരോരുത്തരെയായിട്ട് നാം അറിഞ്ഞു തുടങ്ങാം. ആദ്യം ഇറാനെ പറ്റിയാണ് തുടങ്ങുന്നത്. ഇറാന്റെ ആദ്യ പേരെന്താണ്? പേർഷ്യ ഇറാനായത്. ആ ഇറാൻ റിപ്പബ്ലിക് ഓഫ് ഇറാൻ ആയത്. അതാണ് നാം അറിയേണ്ടത്. അവിടുത്തെ മതം അറിയണം, ചരിത്രം അറിയണം, പിന്നെ ആ യുദ്ധം അറിയണം. ആ ക്രമത്തിലേക്കാണ് ഞാൻ തരുന്നത്. ആദ്യം മതമാണ് തരുന്നത്. കാരണം ആ രാജ്യത്തിൽ ഇറാനിൽ മതമാണ് വലുത്. അതെ, ഇസ്രായേലിലും മതമാണ് വലുത്. അവിടെയൊക്കെ ഭരിക്കുന്നതും മതം തന്നെയാണ്. അതുകൊണ്ട് ഇറാൻ ചരിത്രം ആരംഭിക്കുന്നത് ഞാൻ മതത്തിലൂടെയാണ്. AD 651 അറബ് മുസ്ലിം അധിനിവേശത്തിന് മുമ്പ് പേർഷ്യ, അതായത് ഇന്നത്തെ ഇറാൻ, വിവിധ മതങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പ്രധാന ഔദ്യോഗിക മതം എന്നത് സൗരാഷ്ട്രീയനിസമാണ്. ഇസ്ലാം അധിനിവേശത്തിന് ശേഷം അവിടെ നിന്നും ഒത്തിരി പേര് പലായനം ചെയ്തു. അതിൽ ഒരു വിഭാഗം ഇന്ത്യയിലെത്തി. ആ ഇന്ത്യയിലെത്തിയ സൗരാഷ്ട്രീയർ ഇന്നുമുണ്ട്. അതിന്റെ പേര് പാഴ്സി മതം എന്നാണ്. ഏതാണ്ട് വളരെ കുറഞ്ഞ ജനതയാണ് പാഴ്സി മതത്തിനുള്ളത്. കേരളത്തില് മട്ടാഞ്ചേരിയിലും ഉണ്ട്. ഇറാനിലുള്ള മതങ്ങൾ പറയുന്നത് യഹൂദ മതം, ക്രൈസ്തവ മതം, മനിക്കേയ മതം, മിത്രമതം. ഇതൊക്കെയായിരുന്നു ഇസ്ലാം മതം വേരുറപ്പിക്കുന്നതിന് മുമ്പ് ഇറാനുണ്ടായിരുന്നത്. സമാധാനമായി മുന്നോട്ട് പോയിരുന്ന രാഷ്ട്രമായിരുന്നു അത്. AD 651 ശേഷം എന്താവും സംഭവിച്ചത്? അറബ് മുസ്ലിം സൈന്യം നസാനിയൻ സാമ്രാജ്യം കീഴടക്കി. ഇസ്ലാം മതം ക്രമേണ പേർഷ്യയിൽ വ്യാപിച്ചു. ഇസ്ലാമിന് മുമ്പ് ഏകദേശം 400 വർഷത്തോളം പേർഷ്യയുടെ ഔദ്യോഗിക മതം സൗരാഷ്ട്രീയനിസമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിനാൽ പേർഷ്യയുടെ ചരിത്രത്തിലും സംസ്കാരത്തിലും അതിന്റെ സ്വാധീനം എന്നും അവിടെ കാണാം. ഇറാന്റെ ചരിത്രം വളരെയേറെ പഴക്കമുള്ളതാണ്. ഇറാൻ ഇന്ത്യയെ പോലെയോ പാകിസ്ഥാനെ പോലെയോ സമീപകാലത്ത് രൂപം കൊണ്ട രാജ്യമല്ല എന്നറിയുക. ആയിരക്കണക്കിന് വർഷങ്ങളായി വിവിധ രാജവംശങ്ങളുടെ കീഴിൽ നിലനിന്നിരുന്ന ഒരു പുരാതനമായ രാഷ്ട്രമാണ് ഇറാൻ. അതിലേക്ക് വരികയാണ്. BC, അതായത് ക്രിസ്തുവിന് മുമ്പ് 550 മഹാനായ സൈറസ് ദി ഗ്രേറ്റ്, സൈറസിന്റെയൊക്കെ ചരിത്രം നാം പഠിക്കുമ്പോഴാണ് ആ പേർഷ്യയുടെ സ്ഥാനം നാം മനസ്സിലാക്കുന്നത്. അദ്ദേഹം സ്ഥാപിച്ച അക്കമനേഡ് സാമ്രാജ്യം, അതായത് പേർഷ്യൻ രാജ്യത്തിലെ അക്കമനേഡ് സാമ്രാജ്യം ലോകത്തിലെ ആദ്യത്തെ മഹാസാമ്രാജ്യങ്ങളിൽ ഒന്നായിരുന്നു. അലക്സാണ്ടർ ദി ഗ്രേറ്റ് അറിയാലോ. അലക്സാണ്ടർ ദി ഗ്രേറ്റിലും പേർഷ്യ പറയുന്നുണ്ട്, പേർഷ്യയെ കീഴടക്കിയതിനെ പറ്റി പറയുന്നുണ്ട്. BC 331, BC 333. ഇതൊക്കെ അലക്സാണ്ടറിന്റെ കാലഘട്ടമാണ്, മഹാനായ അലക്സാണ്ടറിന്റെ. അദ്ദേഹം ഇസസ് യുദ്ധത്തിലൂടെ, ഗൗഗമേല യുദ്ധത്തിലൂടെ പേർഷ്യൻ സാമ്രാജ്യത്തെ തകർത്തിരുന്നു. പിന്നീട് പാർത്തിയൻ, സസാനിയൻ തുടങ്ങിയ പേർഷ്യൻ രാജവംശങ്ങളാണ് ഭരിച്ചിരുന്നത്. ഇനി AD വരികയാണ്, അതായത് ക്രിസ്തുവിന് ശേഷം. AD 651 അറബ് മുസ്ലിം സൈന്യം സസാനിയൻ സാമ്രാജ്യം കീഴടക്കി. അതിനുശേഷം ഇസ്ലാം വ്യാപകമായി. അതിനു മുമ്പുള്ള മതങ്ങളൊക്കെ നാമമാത്രമായി അവശേഷിച്ചു. ഇന്നുമുണ്ട്
0.01%, 0.1% ആ മതങ്ങളൊക്കെ. എന്നാൽ കൂടുതലും ഇസ്ലാം മതമായി. പിന്നീട് നിരവധി പ്രാദേശിക മുസ്ലിം രാജവംശങ്ങളും മംഗോളുകളും തുർക്കി വംശജരും ഇറാൻ ഭരിച്ചു. വർഷങ്ങൾക്ക് ശേഷം 1501 സഫവീദ് രാജവംശം അധികാരത്തിലെത്തി. അവർ ഷിയ ഇസ്ലാമിനെ രാജ്യത്തിന്റെ ഔദ്യോഗിക മതമാക്കി. ഏതാണ്ട് 60% ഷിയ മുസ്ലിമാണ് അവിടെയുള്ളത്. അതിന്റെ കാര്യം മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. ഇന്നത്തെ ഇറാന്റെ മതപരമായ സ്വഭാവത്തിന് ഈ ഷിയ ആണ് പ്രധാന കാരണവും. തുടർന്ന് ഖാജർ രാജവംശവും പിന്നീട് 1925 പഹ്ലവി രാജവംശവും അധികാരത്തിലെത്തി. വാസ്തവത്തിൽ ഇറാനിൽ ഒരിക്കലും ദീർഘകാലം ഒരു യൂറോപ്യൻ കോളനി ആയിരുന്നിട്ടില്ല എന്നറിയുക. അതിനാൽ ഇന്ത്യക്ക് 1947 കിട്ടിയ സ്വാതന്ത്ര്യം പോലെ ഒരു സ്വാതന്ത്ര്യ ദിനം ഇറാനില്ല. അതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയായിരുന്നു. 1935 പേർഷ്യ എന്ന പേര് മാറ്റി അതിനു പകരം ഇറാൻ എന്ന പേര് ഔദ്യോഗികമായി ഉപയോഗിക്കാൻ തുടങ്ങി. നമ്മളൊക്കെ കാലങ്ങൾക്ക് മുമ്പ് പേർഷ്യ പോവുക എന്ന പഴയ മലയാളം സിനിമകളിലൊക്കെ കേട്ടാലറിയാം, കണ്ടാലറിയാം പേർഷ്യയെ പറ്റി പറയുന്നത്. അവൻ പേർഷ്യക്ക് പോയി എന്നാ പറയുക. ആ പേർഷ്യ എന്നുള്ള പേര് മാറ്റിയത് 1935 1979 ഇറാനെ തകിടം മറിക്കുന്ന ഒരു വിപ്ലവം അവിടെ നടന്നത്. ആ വിപ്ലവത്തിന്റെ പേരാണ് ഇസ്ലാമിക വിപ്ലവം. ഷായുടെ രാജഭരണം അവസാനിച്ച് ഇസ്ലാമിക റിപ്പബ്ലിക് ഓഫ് ഇറാൻ നിലവിൽ വന്നു. അത് ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇറാൻ പണ്ട് മുതലേ യുദ്ധങ്ങൾ പലത് ചെയ്തിട്ടുള്ളവരാണ്. കൊണ്ടും കൊടുത്തും പഴക്കവും തഴക്കവും ഉള്ളവരാണ്. വിജയവും പരാജയവും അവരുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ അവരുടെ കൂടപ്പിറപ്പാണെന്ന് തന്നെ പറയാം. അതെ, 1979 ഇസ്ലാമിക വിപ്ലവത്തിന് മുമ്പും ഇറാൻ നിരവധി യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ അവയിൽ പലതും തന്നെ ഇറാഖിന് എതിരായിരുന്നില്ല, അല്ലെങ്കിൽ ഇസ്രായേലിന് എതിരായിരുന്നില്ല എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതിൽ പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ ഏതാന്ന് നോക്കാം. ആംഗ്ലോ സോവിയറ്റ് അധിനിവേശം, അത് 1941. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടനും സോവിയറ്റ് യൂണിയനും ചേർന്ന് ഇറാനിൽ അധിനിവേശം നടത്തി. ജർമ്മൻ സ്വാധീനം വർദ്ധിക്കുമെന്ന ആശങ്കയായിരുന്നു അതിന് കാരണം. ജർമ്മന് എതിരായിരുന്നല്ലോ അന്നത്തെ യുദ്ധത്തിൽ. അപ്പോ ജർമ്മന്റെ സ്വാധീനം ഇറാനിൽ വർദ്ധിക്കാതിരിക്കാനായി ബ്രിട്ടനും സോവിയറ്റ് യൂണിയനും ചേർന്ന് അവിടെ ഒരു അധിനിവേശം നടത്തി. അപ്പോൾ അവിടെ അതിനെതിരായി യുദ്ധം നടത്തി. അന്നത്തെ ഷാ റേസ പഹ്ലവി രാജിവെക്കേണ്ടി വന്നു. മകൻ മുഹമ്മദ് റേസ പഹ്ലവി ഷാ ആണ് രാജാവായത്. ദോഫാർ കലാപം, അത് 1972 മുതൽ 1976 വരെയാണ്. ഒമാനിലെ ദോഫാർ മേഖലയിലെ കമ്മ്യൂണിസ്റ്റ് കലാപം അടിച്ചമർത്താൻ ഷായുടെ ഇറാൻ ആയിരക്കണക്കിന് സൈനികരെയാണ് അങ്ങോട്ട് അയച്ചത്. ബ്രിട്ടനും ജോർദാനും ഒമാനെ പിന്തുണച്ചിരുന്നു. ഈ യുദ്ധത്തിൽ ഇറാന്റെ സൈന്യം നിർണായകമായ പങ്കുവഹിച്ചിരുന്നു. അതും ഒരു യുദ്ധമാണ്. പിന്നെ കൂടാതെ അതിർത്തി സംഘർഷങ്ങൾ സോവിയറ്റ് യൂണിയനുമായും അഫ്ഗാനിസ്ഥാനുമായും തുർക്കിയുമായും ചെറിയ അതിർത്തി സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇവ വലിയ തോതിലുള്ള യുദ്ധങ്ങൾ ആയിരുന്നു എന്ന് പറയാനാവില്ല. ഇനിയുള്ളത് ഇറാഖുമായുള്ളതാണ്. 1979 മുമ്പും ഇറാനും ഇറാഖും തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടായിരുന്നു. ഷട്ട് അൽ അറബി എന്ന ജലപാതയെ ചൊല്ലി നിരവധി അതിർത്തി തർക്കങ്ങളും ചെറിയ ഏറ്റുമുട്ടലുകളും ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇല്ലേ ഒരു ജലപാതയെ പറ്റിയല്ലേ പ്രശ്നങ്ങളൊക്കെ.
ആണവ പദ്ധതി എന്നതിൽ ഉപരി അതിനോടൊപ്പം തന്നെ മറ്റൊന്നു കൂടി അവിടെ ഇല്ലേ? ഹോർമൂസ് കടലിടുക്ക്, ഹോർമൂസ് ജലപാതയും അതിൽ ചേർന്നില്ലേ നമ്മുടെ എണ്ണക്കപ്പലുകൾ, വിവിധ രാജ്യങ്ങളിലേക്കുള്ള എണ്ണക്കപ്പലുകൾ ആ പാതയിലൂടെയല്ലേ വന്നിരുന്നത്? ആ പാതയിലെ തടസ്സം ആണല്ലോ നമ്മുടെ ഇവിടെ എണ്ണയ്ക്ക് വില കൂടുന്നത്, ഗ്യാസിന് പ്രശ്നമുണ്ടാകുന്നത്. പലവിധ വിലക്കയറ്റങ്ങളുടെയും കാരണവും ആ ഹോർമൂസ് കടലിടുക്കല്ലേ. ഓക്കെ, അതിലേക്ക് വരുന്നില്ല. ലോകം അറിയുന്ന വലിയ ഇറാൻ ഇറാഖ് യുദ്ധം ആരംഭിച്ചത് 1980 സെപ്റ്റംബർ 22-നാണ്. ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം, ഇസ്ലാമിക വിപ്ലവത്തിന് മുമ്പ് ഇറാൻ യുദ്ധം ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഏറ്റവും വലിയതും ദീർഘകാലം നീണ്ടതുമായ യുദ്ധം 1980 സെപ്റ്റംബർ 22 മുതൽ 1988 ഓഗസ്റ്റ് 20 വരെയുള്ള യുദ്ധം തന്നെയാണ് ഇറാൻ ഇറാഖ് യുദ്ധം. അതിലേക്കാണ്ട് നാം വരുന്നത്. ആ ഇറാൻ ഇറാഖ് യുദ്ധത്തിലെ നഷ്ടങ്ങളും നേട്ടങ്ങളും എന്തുണ്ടായി? ഈ 7 വർഷത്തോളം അവർ ചെയ്ത യുദ്ധത്തിൽ എന്ത് മെച്ചമാണ് ഉണ്ടാകുന്നത്? ഇപ്പോഴുള്ള മധ്യേഷ്യയിലെ യുദ്ധത്തിലും എന്ത് മെച്ചമാണ് ഉണ്ടാകുന്നത്? അമേരിക്ക പറയുന്നു, ഇസ്രായേൽ പറയുന്നു അവരുടെ ഇത്ര കപ്പലുകൾ നശിപ്പിച്ചു, ഇത്ര വിമാനങ്ങൾ നശിപ്പിച്ചു. തിരിച്ച് ഇറാനും അത് തന്നെ പറയുന്നു, അവിടെയെല്ലാം തകർത്തു. എന്ത് നേട്ടമാണ് ഉണ്ടാവുക? അതിനോട് ബന്ധപ്പെടുന്ന ഒത്തിരി രാജ്യങ്ങളിലെ ജനങ്ങളാണ് കഷ്ടപ്പെടുന്നത്. നമ്മളെപ്പോലെ ഒത്തിരി പേര്. സെപ്റ്റംബർ 22-ാം തീയതി 1980 തുടങ്ങി ഓഗസ്റ്റ് 20 1988 വരെയുള്ള ആ കാലയളവിലെ യുദ്ധത്തെ അവസാനിപ്പിച്ചത് ഐക്യരാഷ്ട്രസഭയുടെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെയാണ്. ഈ യുദ്ധത്തിന്റെ ചെറിയൊരു അവലോകനമാണ് ഞാൻ പറയുന്നത്. യുദ്ധത്തിൽ വ്യക്തമായൊരു വിജയി ഉണ്ടായിരുന്നില്ല എന്നാ പറയുക. പരസ്പരം രണ്ടുപേരും പറയും തങ്ങൾ ജയിച്ചു എന്ന്. എന്നാൽ ഇത് സ്റ്റെയിൽമേറ്റ് ആയിരുന്നു, അതായത് സമനില ആയിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത്. ഇരു രാജ്യങ്ങൾക്കും ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവഹാനിയാണ് ഉണ്ടായത്. അതോടൊപ്പം വൻ സാമ്പത്തിക നഷ്ടവും സംഭവിച്ചത് മാത്രമാണ് മെച്ചമെന്നാണ് എനിക്ക് പറയാനുള്ളത്, ലോകം പറയുന്നത്. പക്ഷേ മറ്റൊരു മെച്ചം ഇറാന് കിട്ടി. യുദ്ധകാലത്ത് ഇറാനിലെ ഭരണകൂടം ആഭ്യന്തര ഐക്യവും ദേശീയ ബോധവും ശക്തിപ്പെടുത്തുവാൻ ഉപകരിച്ചു, സാധിച്ചു എന്നാണ് പറയുന്നത്. ഈ ദേശീയ ബോധമാണ് ഇപ്പോഴും ഈ പോരാട്ട വീര്യം അവിടെ നിലനിർത്തുന്നതും. ഓരോ ദിവസവും അവരെഴുന്നേൽക്കുന്നത് പോലും ഇസ്രയേലിനെ ശപിച്ചുകൊണ്ടാണ്, അവരുടെ നാശത്തിന് വേണ്ടിയിട്ടാണ്. ആ കൗണ്ട് ഡൗൺ ക്ലോക്കും അതിനു വേണ്ടിയാണ്. അതിനെപ്പറ്റി ഞാൻ പറയുന്നുണ്ട്. യുദ്ധം അവസാനിക്കുമ്പോഴും ഇറാഖിന് ഇറാന്റെ ഭൂമി ഒന്നും കൈവശപ്പെടുത്താനായില്ല. അതുപോലെ ഇറാഖിന്റെ അധിനിവേശത്തെ ചെറുത്ത് സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും ഭൂപ്രദേശവും സംരക്ഷിക്കാനും നിലനിർത്താനുമായതാണ് ഇറാന് കിട്ടിയ ഒരേയൊരു നേട്ടം. അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ നാം പറയുന്നത് ഇസ്രായേലിനെ പറ്റിയാണ്. അതിനുശേഷമാണ് ഇറാനും ഇസ്രായേലും കൂടിയുള്ള യുദ്ധത്തിലേക്ക് വരുന്നത്. ഏവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഏഷ്യയിലെ യുദ്ധം സമാധാനപരമായി അവസാനിക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഏവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.